സുമ പി മാത്യു. ഞാൻ തൃശൂർ ജില്ലയിലെ സിദി സാഹിബ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയാണ്. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിലെ യൂണിറ്റ് 5-ലെ സോഷ്യോ ഇമ്പാക്ട് ഓൺ ടെക്നോളജി, അതുപോലെ തന്നെ സൈബർ ക്രൈം എന്നീ ടോപ്പിക്സ് ആണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്നോളജി ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചിട്ടാണ്. ഹൗ ഡസ് ടെക്നോളജി എഫക്ട് യുവർ ഹെൽത്ത്? 4 രീതിയിൽ പ്രധാനമായും ടെക്നോളജി നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഐ സ്ട്രെയിൻ, then second musculoskeletal health, then third sleep health, then fourth mental health. ആദ്യമായിട്ട് ആരോഗ്യത്തെ ബാധിക്കുന്നത് കണ്ണുകൾക്കാണ്. അടുത്തതായിട്ട് മസ്കുലർ സ്കെൽറ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു. ദെൻ മൂന്നാമത് വരുന്ന പ്രശ്നം ഉറക്കത്തിനാണ്. 4ാമത് നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു. ഇങ്ങനെ 4 കാര്യങ്ങളിൽ ഈ ടെക്നോളജി നമ്മുടെ ഹെൽത്തിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇനി ഡിജിറ്റൽ ഐ സ്ട്രെയിൻ. ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ദാറ്റ് ഈസ് പ്രൊലോങ്ഡ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ടാബ്ലറ്റ്സ് ആൻഡ് സെൽ ഫോൺസ് ക്യാൻ ലീഡ് ടു ഡിജിറ്റൽ ഐ സ്ട്രെയിൻ. വളരെ അധിക നേരം കമ്പ്യൂട്ടറിന് മുന്നിലോ ടാബ്ലറ്റിന് മുന്നിലോ അല്ലെങ്കിൽ സെൽഫോൺ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. സിംറ്റംസ് ഓഫ് ഐ സ്ട്രെയിൻ ഇൻക്ലൂഡ്. ഇപ്പോൾ ഐ സ്ട്രെയിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം. ഒന്ന്, ഫസ്റ്റ് ബ്ലേർഡ് വിഷൻ, നമുക്ക് കാഴ്ചകൾ കൃത്യമായിട്ട് കാണാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ദെൻ സെക്കൻഡ് ഡ്രൈ ഐസ്, കണ്ണുകൾക്ക് വരൾച്ച അനുഭവപ്പെടുക. ദെൻ തേർഡ് ഹെഡ് ഏക്സ്, തലവേദന. ദെൻ ഫോർത്ത് നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ, കഴുത്തിനും ഷോൾഡറിനും അനുഭവപ്പെടുന്ന വേദന. ഇത്രയും സിംറ്റംസാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിന് പ്രകടമാകുന്നത്. കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആർ സ്ക്രീൻ ഗ്ലെയർ, ബാഡ് ലൈറ്റിംഗ് ആൻഡ് ഇംപ്രോപ്പർ വ്യൂയിങ് ഡിസ്റ്റൻസ്. ഈ ഐ സ്ട്രെയിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ ഗ്ലെയർ, അതുപോലെ തന്നെ ബാഡ് ലൈറ്റിംഗ്, പ്രകാശം ശരിയായ രീതിയിലുള്ള പ്രകാശം ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ കമ്പ്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ ടാബ്ലറ്റായിട്ടോ സെൽഫോണോ യൂസ് ചെയ്യുമ്പോൾ അതുമായിട്ട് നമ്മളുടെ കണ്ണുകൾക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആ ഡിസ്റ്റൻസ് എല്ലാം ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തതായി വരുന്ന പ്രശ്നമാണ് മസ്കുലോസ്കെൽറ്റൽ പ്രോബ്ലംസ്. Musculoskeletal problems. When you use a smartphone, the chances are that you are holding your head in an unnatural forward-leaning position. This position puts a lot of stress on your neck, shoulders, and spine. A small 2017 study, trusted source, found a clear association between self-reported addiction to smartphone use and neck problems. An earlier study found that among teens, neck shoulder pain and low back pain rose during the 1990s at the same time that the use of information communication technology was increasing. Overuse of technology can also lead to repetitive strain injuries of the fingers, thumbs and wrist. ഇപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ കുറേ അധികം സമയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലയുടെ പൊസിഷൻ മുന്നിലേക്ക് ആഞ്ഞിരിക്കുന്ന സ്ഥിതിയിലായിരിക്കും നിങ്ങളുടെ തല വയ്ക്കുന്നത്. ഈ പൊസിഷൻ നിങ്ങളുടെ കഴുത്തിനും ഷോൾഡറിനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്പൈനൽ കോഡിനും വളരെയധികം സ്ട്രെസ് കൊടുക്കുന്നതാണ്. നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ തല എപ്പോഴും കുറച്ച് മുന്നിലേക്ക് ആഞ്ഞായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ സ്മാർട്ട് ഫോൺ ചെയ്യുന്ന സമയത്ത് തല എപ്പോഴും മുന്നിലേക്ക് ലീനിങ് പൊസിഷനിൽ ആയിരിക്കും. ഈ പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കഴുത്ത്, ഷോൾഡർ,
അതുപോലെ നിങ്ങളുടെ സ്പൈനൽ കോഡിനും വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ ഈ പൊസിഷനിൽ വളരെയധികം സമയം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴുത്തിനും ഷോൾഡറിനും സ്പൈനൽ കോഡിനും വളരെയധികം വേദന അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും പൊതുവെ കാണുന്ന ഒരു പ്രോബ്ലമാണ് കഴുത്തിനുള്ളത്. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വർദ്ധിച്ചു വരുന്ന അതേ തോതിൽ തന്നെ കുട്ടികളിലുള്ള കഴുത്തിലും ഷോൾഡറിലുമുള്ള പെയിൻ, ബാക്ക് പെയിൻ വളരെയധികം കൂടിയിട്ടുണ്ട്. ഇനി അതുകൂടാതെ തന്നെ ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കുട്ടികളിലെ വിരലുകളിലും തംസ് അതുപോലെ റിസ്റ്റിലും അടിക്കടി ഉണ്ടാകുന്ന ഇഞ്ചുറീസ് കൂടിയിട്ടുണ്ട്. ഇനി if you are feeling the pain of technology, you can take the following steps to reduce these issues. Take frequent breaks to stretch. Create an ergonomic workspace. Maintain proper posture while using your devices. If pain persists, see a doctor. നിങ്ങൾക്ക് ടെക്നോളജി കൊണ്ടുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ ടെക്നോളജി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള വേദനകളാണ്. ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഇടയ്ക്കിടെ സ്ട്രെച്ച് ചെയ്യാം. അതുപോലെ കുറച്ച് എർഗണോമിക് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. എർഗണോമിക് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന ചെയറിൻ്റെ ഹൈറ്റ് കറക്റ്റായിരിക്കണം. അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സുകൾക്ക് ഇടയിലുള്ള സ്പേസ് കറക്റ്റായിരിക്കണം. നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റായിരിക്കണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് എല്ലാം പ്രോപ്പറായിട്ടുള്ള പോസിൽ ഇരുന്നുകൊണ്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇതിനപ്പുറവും വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യണം. ഇമോഷണൽ പ്രോബ്ലംസ്. അടുത്തതായിട്ട് നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇമോഷണൽ പ്രോബ്ലംസ് ആണ്. വൈകാരികമായി വരുന്ന പ്രശ്നമാണ് നാലാമത്തേത്. ഇമോഷണൽ പ്രോബ്ലംസ്. യൂസിങ് സോഷ്യൽ മീഡിയ ക്യാൻ മേക്ക് യു ഫീൽ more connected to the world, but comparing yourself to others can leave you feeling inadequate or left out. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഔട്ട്സൈഡ് വേൾഡായി വളരെയധികം കണക്റ്റഡ് ആണ് എന്ന് ഉള്ള ഫീലിംഗ് ഉണ്ടാകാം. പക്ഷേ അതേസമയം തന്നെ നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇന്നാഡിക്വേറ്റായി തോന്നാം. A recent study looked at the social media use of more than 1,700 people between the ages of 19 and 32. The researchers found that those with high social media use felt more socially isolated than those who spend less time on social media. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഒരു സോഷ്യൽ മീഡിയ സർവേയുടെ അടിസ്ഥാനത്തിൽ 19നും 32നും വയസ്സിനിടയിലുള്ള 1700ഓളം പേരെ അവർ നിരീക്ഷിച്ചു. സോഷ്യൽ മീഡിയ കോണ്ടാക്ട്സ് കൂടുതൽ ഉള്ളവർ സോഷ്യൽ മീഡിയയിൽ അധികം സമയം ചെലവഴിക്കാത്തവരെക്കാൾ വളരെയധികം സോഷ്യലി ഐസൊലേറ്റഡ് ആയി കാണും. The researchers said that there might be an association between problematic internet use and depression, substance use, and aggressive behavior. They also noted that high school boys, who according to the researchers tend to be heavier users of the internet, may be less aware of these problems. Researchers പറയുന്നത് ഇങ്ങനെയാണ്: ഇന്റർനെറ്റ് യൂസും അതുമൂലം ഉണ്ടാകുന്ന ഡിപ്രഷൻ, സബ്സ്റ്റൻസ് യൂസ്, അഗ്രസീവ് ബിഹേവിയർ ഇതെല്ലാം അസോസിയേറ്റഡ് ആണെന്നാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്റർനെറ്റ് യൂസ് കൊണ്ട് ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരല്ല. സോഷ്യൽ മീഡിയ കൊണ്ട് ഡിപ്രഷൻ, ആങ്സൈറ്റി ഇത്തരം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. A 2016 systematic review trusted source produced mixed findings on the relationship that social networks have with the depression and anxiety. The evidence suggests that
social network use correlates with mental illness and well-being. More research is necessary to make conclusions on cause and effect. If social media use make you feel anxious or depressed, try cutting back to see if doing so makes a difference. സോഷ്യൽ നെറ്റ്വർക്ക് യൂസ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിനും ബാഡ് ഇമ്പാക്റ്റ് ആണ് ചെലുത്തുന്നത്. കൂടുതൽ പഠനങ്ങൾ ഇതിന് അനിവാര്യമാണ്. സോഷ്യൽ മീഡിയ അധികം യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഡിപ്രസ് ആയി തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേടുന്നു എന്ന് തോന്നുമെങ്കിൽ സോഷ്യൽ മീഡിയ കോണ്ടാക്ട്സ് കട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം. കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മാനസികാരോഗ്യത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അടുത്തതായി വരുന്ന പ്രശ്നം സ്ലീപ്പ് പ്രോബ്ലം ആണ്. ഉറക്കക്കുറവ്, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്നിവ. സ്ലീപ്പ് പ്രോബ്ലംസ്. Technology in the bedroom can interfere with sleep in a number of ways. A 2015 study demonstrated that exposure to the blue light that devices emit can suppress melatonin and interrupt your circadian clock. Both of these effects can make it harder to fall asleep and result in you being less alert in the morning. Having electronic devices in the bedroom places temptation at your fingertips, and it can make switching off more difficult. That in turn can make it harder to drift off when you try to sleep. ബെഡ്റൂമിൽ ടെക്നോളജി ഉപയോഗിക്കുന്നത് നമ്മുടെ ഉറക്കത്തിനെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഉറങ്ങാൻ ബുദ്ധിമുട്ട്, ഉറക്കം കഴിഞ്ഞ് രാവിലെ അലർട്ടായി എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്, ഉന്മേഷക്കുറവ്, ഇതെല്ലാം ടെക്നോളജി അധികമായി യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസസിൽ നിന്നും പുറപ്പെടുന്ന ബ്ലൂ റേസ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ നമ്മുടെ ശരീരത്തിൽ സപ്രസ് ചെയ്യുന്നു. മെലാറ്റോണിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിനെയും ഉറങ്ങി എഴുന്നേൽക്കുന്നതിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അത് സപ്രസ് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ഉറക്കക്കുറവിന് കാരണമാകുന്നു. ബെഡ്റൂമിൽ ഇലക്ട്രോണിക് ഡിവൈസസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്വിച്ച് ഓഫ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കാം. തൽഫലമായി അത് നമ്മുടെ ഉറക്കത്തിനെ വളരെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സൈബർ ക്രൈംസ് വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി അതിനാൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സൈബർ ക്രൈംസിൽ അകപ്പെടാതിരിക്കാൻ സൈബർ ക്രൈംസ് എന്താണെന്നും വിവിധ തരം സൈബർ ക്രൈംസ് ഏതൊക്കെയാണെന്നും അറിഞ്ഞിരിക്കേണ്ടത് അതിനാൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. Cyber security. Cyber security is the protection of information systems from theft or damage to the hardware, the software, and to the information on them, as well as from disruption or misdirection of the service duty provided. Governments, military, corporations, financial institutions, hospitals, and other business collect, process, and store a great deal of confidential information on computers and transmit that data across networks to other computers. With the growing volume of cyber attacks, ongoing attention is required to protect sensitive business and personal information as well as safeguard national security. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്
കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിനും വരാവുന്ന മോഷണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും അതുപോലെ അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതിൽ നിന്നും ഉള്ള ഒരു സംരക്ഷണത്തിനെയാണ്. ഗവൺമെൻറ്റ്സ്, മിലിറ്ററി, കോർപ്പറേഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ വളരെയധികം രഹസ്യ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുകയും അത് മറ്റ് കമ്പ്യൂട്ടറുകളിലേക്ക് അയക്കുകയും ചെയ്യുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതും രഹസ്യമായിട്ടുള്ളതും ആയ ബിസിനസ് വിവരങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ളതുമായ വിവരങ്ങൾ വളരെ ശ്രദ്ധിച്ച് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അടുത്തത് സൈബർ ക്രൈം. Cyber crime is crime that involves a computer and a network. In some cases, the computer may have been used in order to commit the crime, and in other cases, the computer may have been the target of the crime. സൈബർ ക്രൈം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറും നെറ്റ്വർക്കും ഉൾപ്പെടുന്നതാണ്. ചില സാഹചര്യത്തിൽ സൈബർ ആക്രമണത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുവെങ്കിൽ ചില സമയം കമ്പ്യൂട്ടർ സൈബർ ആക്രമണത്തിൻ്റെ ഒരു ടാർഗറ്റ് ആയിരിക്കും. Types of cyber crime. Common cyber crimes are as follows. Child abuse or exploitation. It involves the use of computer networks to create, distribute or access materials that sexually exploit underage children. Child abuse എന്ന് പറയുന്നത് കുട്ടികളെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ആയി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതിനെയാണ്. രണ്ടാമത് വരുന്ന ടൈപ്പാണ് കമ്പ്യൂട്ടർ ഇൻട്രൂഷൻ ഓർ ഹാക്കിംഗ്. A hacker is an unauthorized user who attempts to or gain access to an information system. It is an attack into the privacy of data. ഒരു ഹാക്കർ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഡാറ്റയോ ഇൻഫോർമേഷൻ സിസ്റ്റത്തിനെയോ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അൺഓതറൈസ്ഡ് യൂസറിനെ ആണ്. മൂന്നാമത് വരുന്നത് ക്രാക്കിംഗ്. ഇറ്റ് ഈസ് എ ഡ്രെഡ്ഫുൾ ഫീലിംഗ് ടു നോ ദാറ്റ് എ സ്ട്രേഞ്ചർ ഹാസ് ബ്രോക്കൺ ഇൻ ടു യൂസർ കമ്പ്യൂട്ടർ സിസ്റ്റംസ് without users' knowledge and consent and has tampered with precious confidential data and information. Cracker are differ with hacker because hacker are hired by companies to audit network security or test software, but cracker do same work for their own profit or to harm others. ക്രാക്കിംഗ് എന്ന് പറയുന്നത് ഒരു അപരിചിതൻ യൂസറുടെ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ സിസ്റ്റം ഭേദിച്ച് അതിനുള്ളിലെ ഡാറ്റയും രഹസ്യ വിവരങ്ങളും ചോർത്തിയെടുക്കുന്നതിനെയാണ്. ക്രാക്കേഴ്സും ഹാക്കേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഹാക്കേഴ്സിനെ കമ്പനി അവരുടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയും സോഫ്റ്റ്വെയറും ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹയർ ചെയ്യുന്നതാണ്. എന്നാൽ ക്രാക്കേഴ്സ് അതേ കാര്യം സ്വന്തം ലാഭത്തിനും മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിനും ആണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ഓർ കാർഡിംഗ്. ഇറ്റ് മീൻസ് ഫാൾസ് ATM cards, that is debit and credit cards used by criminals for their monetary benefits through withdrawing money from the victim's bank account. ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഇരയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ പിൻവലിക്കുന്നതിന് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിനെ ആണ്. അടുത്തത് ഇമെയിൽ ഓർ SMS spoofing. A spoofed email or SMS may be said to be one which misrepresents its origin. It shows its origin to be different from which actually it originates. Here, an offender steals identity of another in the form of email address, mobile phone number, etc. and send message via internet. ഇമെയിൽ സ്പൂഫിംഗ് അല്ലെങ്കിൽ SMS സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ ശരിയായ ഒറിജിനാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് മെയിൽ ചെയ്യുന്നതിനെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒഫൻഡർ മറ്റുള്ളവരുടെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ എന്നിവ മോഷ്ടിച്ച് സന്ദേശങ്ങൾ ഇന്റർനെറ്റ് വഴി അയക്കുന്നതാണ് ചെയ്യുന്നത്. അടുത്ത് വരുന്ന ഒരു സൈബർ ക്രൈമാണ് ഫിഷിംഗ്. Phishing means acquire information such as usernames, passwords, credit card details,
personal detail, etc. by electronic communication. Phishing commonly uses fake emails or fake messages which contain link of virus or malware, infected fake websites. These websites requires user to enter their personal detail. Phishing എന്ന് പറഞ്ഞാൽ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നീ ഇൻഫോർമേഷൻസ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി അക്വയർ ചെയ്യുന്നതിനെയാണ്. ഫിഷിങ്ങിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് മാൽവെയർ ഇൻഫെക്റ്റഡ് വെബ്സൈറ്റ്സ് ലിങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വൈറസിൻ്റെ ലിങ്ക് അടങ്ങിയിരിക്കുന്ന മെസ്സേജസ് അല്ലെങ്കിൽ ഇമെയിൽ ആയിരിക്കും. അടുത്തതായിട്ട് സോഫ്റ്റ്വെയർ പൈറസിയാണ്. It is an illegal reproduction and distribution of software for business or personal use. This is considered to be a type of copyright and a violation of license agreement. Since the unauthorized user is not a party to the license agreement, it is difficult to find out remedies. ബിസിനസ്സിന് വേണ്ടതും പേഴ്സണലായി വേണ്ടതും ആയ സോഫ്റ്റ്വെയർ അനധികൃതമായി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ആണ് സോഫ്റ്റ്വെയർ പൈറസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈസൻസ് എഗ്രിമെൻറ്റിനും കോപ്പിറൈറ്റും സോഫ്റ്റ്വെയർ പൈറസി വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തതായി വരുന്ന സൈബർ കുറ്റകൃത്യം എന്ന് പറയുന്നത് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക്. ഡിനൈൽ ഓഫ് സർവീസ് referred the act by which a user of any website or service denied to the use of service of the website. ഏതെങ്കിലും വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നതിനോ ഒരു സർവീസ് അവൈൽ ചെയ്യുന്നതിനോ ഒരു യൂസറിനെ നിഷേധിക്കുന്നതിനെയാണ് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായി വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ് ചൈൽഡ് പോർണോഗ്രാഫി, which includes the creation, distribution or accessing of materials that sexually exploit underage children. കുട്ടികളെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ട മെറ്റീരിയൽസ് നിർമ്മിക്കുന്നതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതിനെയാണ് ചൈൽഡ് പോർണോഗ്രാഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സൈബർ കുറ്റകൃത്യങ്ങൾ എല്ലാം തടയുന്നതിനും അതിന് വേണ്ട ഒരു നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന് പറയുന്നതാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട്. ദ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000, also known as ITA 2000 or IT Act, is an act of the Indian Parliament notified on 17 October 2000. It is the primary law in India dealing with cybercrime and electronic commerce. The Information Technology Act 2000 was amended in 2008. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അഥവാ ITA 2000 അല്ലെങ്കിൽ IT ആക്ട് ഇത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ലോ ആണ്. IT ആക്ട് 2000 അമെൻഡ് ചെയ്തത് 2008 ആണ്. അടുത്തതായി എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് നോക്കാം. വാട്ട് ഈസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി? Intellectual property refers to any intellectual creation such as literary works, artistic works, inventions, designs, symbols, names, images, computer code, etc. Intellectual property എന്ന് പറയുന്നത് സാഹിത്യപരമായ കഴിവുകൾ, കലാപരമായ കഴിവുകൾ, നൂതനമായ ആശയങ്ങൾ, നൂതനമായ ഡിസൈനുകൾ, സിംബലുകൾ, ഇമേജസ്, കമ്പ്യൂട്ടർ കോഡിംഗ് എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സർഗാത്മക സൃഷ്ടിയാണ്. Intellectual property law exists in order to protect the creators and covers areas of copyright, trademark law and patents. Intellectual property law നിലകൊള്ളുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രിയേറ്റേഴ്സിനെ സംരക്ഷിക്കുന്നതിനും അവരുടെ കോപ്പിറൈറ്റ്, ട്രേഡ്മാർക്ക് ലോ ആൻഡ് പേറ്റൻസ് സംരക്ഷിക്കും വേണ്ടിയാണ്. Thus, intellectual property is an umbrella term encompassing both copyright and industrial property such as trademark, patents and inventions. അടുത്തത് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി, കാർബൺ ഫുട്പ്രിന്റ് എന്നിവ എന്താണെന്ന് നോക്കാം. What is industrial property? Industrial property is a form of intellectual property
that includes inventions, patents, trademarks, industrial designs, and geographical indications of source. That is, products that are closely identified with their geographical places of origin. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ തന്നെ ഒരു ഫോമാണ്. അതിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പേറ്റൻസ്, ട്രേഡ് മാർക്സ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ഓരോ പ്രദേശത്തിനും ഒതുക്കുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് എല്ലാം ഉൾക്കൊള്ളുന്നു. ഇനി വാട്ട് ഈസ് എ കാർബൺ ഫുട് പ്രിന്റ്? എ കാർബൺ ഫുട് പ്രിന്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻക്ലൂഡിംഗ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് മീഥേൻ that are generated by our actions. The average carbon footprint for a person in the United States is 16 tons, one of the highest rates in the world. Globally, the average carbon footprint is closer to 4 tons. To have the best chance of avoiding a 2 degree centigrade rise in global temperatures, the average global carbon footprint per year needs to drop to under 2 tons by 2050. കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ മൂലം പുറത്തേക്ക് വമിക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ്, മീഥേൻ എന്നിവയുടെ അളവിനെയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു വ്യക്തിയുടെ ശരാശരി കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റേറ്റാണ്, അതായത് 16 ടൺ. ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ശരാശരി കാർബൺ ഫുട് പ്രിന്റ് 4 ടണ്ണിനടുത്ത് വരും. ആഗോള താപനം മൂലം അന്തരീക്ഷത്തിലെ ഊഷ്മാവ് 2 ഡിഗ്രി ഉയരുന്നതിനെ തടയുന്നതിന് ഒരു വർഷത്തെ ആഗോള കാർബൺ ഫുട് പ്രിന്റ് 2 ടണ്ണായി പരിമിതപ്പെടുത്തേണ്ടതാണ്. വാട്ട് ഈസ് ഡാറ്റ പ്രൈവസി? Varonis defines data privacy as a type of information security that deals with the proper handling of data. On its most basic level, data privacy is a consumer's understanding of their rights as to how their personal information is collected, used, stored, and shared. The use of personal information must be explained to consumers in a simple and transparent manner. എന്താണ് ഡാറ്റ പ്രൈവസി? ഡാറ്റ പ്രൈവസി നിർവചിച്ചിരിക്കുന്നത് ഡാറ്റ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു തരം ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയാണ്. അടിസ്ഥാനപരമായി ഡാറ്റ പ്രൈവസി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ എങ്ങനെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് എന്ന് അറിയുന്നതിനുള്ള അവകാശമാണ്. When you are online, you are spied by a number of trackers for various purposes. Information mishandling, location tracking. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ഓൺലൈനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളെ പല പർപ്പസിന് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഇൻഫോർമേഷൻ മിസ്ഹാൻഡിൽ ചെയ്യുന്നതിനായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിനായിരിക്കാം. സോ യൂസ് എ VPN, conduct safe browsing, keep your system up to date, use antivirus, adjust your settings on social media. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡാറ്റ പ്രൈവസിക്ക് ഒന്നുകിൽ ഒരു VPN യൂസ് ചെയ്യാം, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, അതല്ലെങ്കിൽ സേഫായി ബ്രൗസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ സിസ്റ്റം എപ്പോഴും അപ് ടു ഡേറ്റ് ആക്കി വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ സിസ്റ്റത്തിൽ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുക. അതുപോലെ സോഷ്യൽ മീഡിയ സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഡാറ്റ സുരക്ഷിതമായിട്ട് എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കാം. Protecting your company from a cybersecurity attack. Companies are making it a priority to protect their organizations from data breaches by offering data security training. Small business can also help prevent data breaches by keeping data safe. ഇനിയിപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡാറ്റയുടെ കാര്യമാണ് ഇതുവരെ പറഞ്ഞത്. സപ്പോസ് യു ആർ വർക്കിംഗ് ഇൻ എ കമ്പനി. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ കമ്പനിയുടെ ഡാറ്റയെ സൈബർ അറ്റാക്കിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? അപ്പോൾ അതിന് പല കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഒന്ന്,
password protection program അതായത് to stay protected, small business and their employees should use strong passwords for every site accessed on a daily basis. Also, passwords should never be shared between employees or written down where others can see it. ഒന്ന് നിങ്ങൾക്ക് ഡാറ്റ സെക്യൂരിറ്റി ട്രെയിനിങ് ഓഫർ ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്ക് ഡാറ്റ സേഫായി സൂക്ഷിക്കാനായിട്ട് ഡെയിലി ആക്സസ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ പാസ്വേഡ് സ്ട്രോങ് ആക്കി വയ്ക്കുക. അതുപോലെ പാസ്വേഡ് മറ്റ് എംപ്ലോയീസ് കൈമാറുകയോ അല്ലെങ്കിൽ കാണുന്ന രീതിയിൽ എഴുതി വയ്ക്കുകയോ ചെയ്യാതിരിക്കുക. ഇനി അടുത്തതായിട്ട് അപ്ഡേറ്റ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ. കമ്പനീസ് ഷുഡ് യൂട്ടിലൈസ് ഫയർവാൾസ്, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ആൻഡ് ആൻറ്റി-സ്പൈവെയർ പ്രോഗ്രാംസ് ടു ഹെൽപ്പ് എൻഷുർ സെൻസിറ്റീവ് ഡാറ്റ cannot be as easily accessed. മൂന്നാമതായി നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മുടെ സിസ്റ്റത്തിൽ ഫയർവാൾസ്, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ്, ആൻറ്റി-സ്പൈവേഴ്സ് ഇതെല്ലാം യൂസ് ചെയ്ത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ എളുപ്പത്തിൽ ആക്സസ് ചെയ്യുന്നതിന് നമുക്ക് തടയാം. അടുത്തായിട്ട് വരുന്നത് എംപ്ലോയി ട്രെയിനിങ്. All employees should be trained on the importance and methods of data security. Both physical and digital records should be safeguarded at all times, and confidential information about clients, employees, or corporate affairs should always remain secure. അടുത്തായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എല്ലാ എംപ്ലോയീസിനും ഡാറ്റ സെക്യൂരിറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ വിവിധ മെത്തേഡ്സിനെ കുറിച്ചും ട്രെയിനിങ് കൊടുക്കുക. ഫിസിക്കലായി കൈവശം വെച്ചിരിക്കുന്നതും ഡിജിറ്റലായി കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ റെക്കോർഡ്സ് സുരക്ഷിതമായിട്ട് വെക്കണം. അതുപോലെ എംപ്ലോയീസിൻ്റെ, ക്ലയൻസിൻ്റെയോ അല്ലെങ്കിൽ കമ്പനിയുടെയോ കോൺഫിഡൻഷ്യലായിട്ടുള്ള വിവരങ്ങൾ സുരക്ഷിതമായിട്ട് വയ്ക്കുക. ഇനി അടുത്തായിട്ട് വരുന്ന കാര്യം ഡാറ്റ എൻക്രിപ്ഷൻ ആണ്. All data, whether personal device, computer or server, should be protected by proper encryption. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പേഴ്സണൽ ഡിവൈസ്, സെർവർ ഇവയിൽ എല്ലാ ഡാറ്റയും ശരിയായ രീതിയിൽ എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ് അടുത്ത കാര്യം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ കമ്പനിയിലെ ഡാറ്റയെ ഒരു പരിധിവരെ സൈബർ അറ്റാക്കിൽ നിന്നും തടഞ്ഞ് സുരക്ഷിതമായി സൂക്ഷിക്കാം.